ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ സുവിശേഷത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 27-ാം അധ്യായത്തിലെ 46-ാം തിരുവചനം വായിക്കാം. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമ സബക്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ കൈവിടിഞ്ഞാൽ അവന് ദൈവമുണ്ട്, ദൈവം കൈവിട്ടാൽ പിന്നെ അവൻ ആരെ വിളിച്ചു കരയും? ഇത്തരമൊരു വേദനയിലാണ് ക്രൂശിതൻ്റെ നിലവിളി നമ്മെ ആകെ ഉലച്ചു കളയുന്നുണ്ട്. ശ്രീരാമൻ്റെ വനവാസത്തിനിടയിൽ ഒരു കഥ പറയുന്നുണ്ട്. രമണ മഹർഷി അമ്പുമില്ലും മരത്തിൽ കുത്തിവെച്ചതിന് ശേഷം രാവിലെ പുഴയിൽ കുളിക്കാനിറങ്ങി. തിരിച്ചു വന്നപ്പോൾ കണ്ടത് ഭീകരമായൊരു കാഴ്ചയായിരുന്നു. ഒരു തവളയുടെ വായിലായിരുന്നു പുള്ളിക്കാരൻ കുത്തിവെച്ചത്. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, തവളെ നിനക്കൊന്ന് കരയാമായിരുന്നില്ലേ? എങ്കിൽ ഈ അപരാധം ഞാൻ ഒരിക്കലും ചെയ്യുമായിരുന്നില്ലല്ലോ. ശേഷിക്കുന്ന ജീവൻ വെച്ച് തവള പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ രാമ എന്ന് വിളിച്ചാണ് ജീവിച്ചത്. ഏതെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന നാമമാണത്. ആ രാമൻ തന്നെ ആപത്ത് വെച്ച് നീട്ടുമ്പോൾ പിന്നെ ഞാൻ ആരെയാണ് വിളിച്ച് കരയേണ്ടത്? ദൈവം, പ്രിയമുള്ളൊരു, ദൈവം ചില സ്ഥലങ്ങളിൽ മറഞ്ഞിരിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ അങ്ങനെ വന്നാൽ കരയാതിരിക്കാനാവില്ല. മറിയം മഗ്ദലന കരഞ്ഞപ്പോഴല്ലേ തോട്ടക്കാരനിൽ നിന്നും ക്രിസ്തു പുറത്തു കടന്നു വരുന്നത്. സ്വപുത്രൻ്റെ കരച്ചിലിൽ സ്വർഗീയ പിതാവ് കാതുപൂട്ടി ഇരിക്കുന്നത് എന്താണ്? ഒന്നാമതായി, ചിലത് നൽകപ്പെടുമ്പോൾ സ്വീകരിക്കുകയാണ് ഉത്തമം. നാം കാണാത്ത ചില ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അന്ന് പുത്രനെയും കുട്ടി കാൽവരിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു അമ്മ പുറകെയുണ്ട്. തീർച്ചയായും അവൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അപ്പനും മകനുമായുള്ള മോറിയ യാത്ര ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കാം. അബ്രാഹാം ഇസ്ഹാക്കിന് നേരെ ബലിയുടെ കൊടുവാൾ ഉയർത്തിയപ്പോൾ പകരം ഒരു ആട്ടിൻകുട്ടിയെ അർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇസ്ഹാക്കിനെ ബലിയിൽ നിന്നും മാറ്റി കാൽവരി കുന്നിൽ ചെല്ലുമ്പോൾ അത്തരമൊരു കുഞ്ഞാടിനെ സ്വർഗീയ പിതാവ് ഒരുക്കി നിർത്തിയിട്ടുണ്ടാവുമോ? ഇല്ല, തീർച്ചയായും ഇല്ല. അത് മറിയത്തിന് നന്നായിട്ട് അറിയാം. കാരണം ക്രിസ്തുവിന് പകരം വയ്ക്കാൻ മറ്റൊരു ആട്ടിൻകുട്ടി അവന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. കൃതജ്ഞതയോട് സ്വീകരിക്കുക തന്നെ നിയോഗം. സാധാരണയായി മക്കളുടെ മടിയിൽ കിടന്ന് അമ്മമാർ പ്രാണം വെടിയാറുണ്ട്. എന്നാൽ ചേതനയേറ്റ മകൻ്റെ ശരീരം മടിയിൽ കിടത്തിയപ്പോൾ, ആ പാതകോടും നുറിയേറ്റ മകൻ്റെ ദേഹം കരത്തിലെടുത്തപ്പോൾ, അമ്മേ നീ എന്താണ് ചിന്തിച്ചത്? കരഞ്ഞു തീർക്കാനല്ലേ ജീവിതം? കരച്ചിലിൻ്റെ കാരണങ്ങളെ സ്നേഹപൂർവ്വം കരങ്ങളിലെടുത്ത് നിയോഗം പൂർത്തിയാക്കിയതിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ് വേണ്ടത്. രണ്ടാമതായി, ക്രിസ്തുവിൻ്റെ നിലവിളി അതിന് 1000 വർഷം മുമ്പ് ദാവീദ് ഉയർത്തുന്ന പ്രാർത്ഥനയായി. ദൈവം തങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്നതിനാൽ സഹിക്കുന്ന ഇസ്രായേലിൻ്റെയും ലോകം മുഴുവൻ്റെയും ക്ലേശങ്ങളും പീഡകളും ദുഃഖ ദുരിതങ്ങളും തന്നിലേക്ക് ഏറ്റെടുക്കുകയാണ് യേശു. യഥാർത്ഥ പകരക്കാരനാവുകയാണ് ക്രിസ്തു. അതിനാൽ യേശു ഒരേ സമയം ശിരസും ശരീരവുമാണെന്നാണ് വിശുദ്ധ അഗസ്തീൻ്റെ ധ്യാനം. നമ്മയെല്ലാം തന്നിലേക്ക് ഇണക്കി നിർത്തി എന്നതിനാൽ അവൻ ശിരസ്സാണ്. അതേസമയം നമ്മുടെ ആത്മസംഘർഷങ്ങൾ, രോദനങ്ങൾ, ക്ലേശങ്ങളെല്ലാം ചേർത്ത് വെച്ചതിനാൽ അവൻ ശരീരവുമാണ്. മാനവരാശിയുടെ പാപഭാരങ്ങളുമെല്ലാം വേറുമ്പോൾ അവൻ്റെ ശരീരം നുറങ്ങാതെ തരമില്ല. രക്ഷകന്റെ നിലവിളിയിൽ പ്രകൃതിയായി ഉലയുന്നുണ്ട്. പ്രകൃതിച്ചിട്ടും പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ ഉണരാത്ത എന്താണ്? പകൽ മുഴുവൻ വിളിച്ചിട്ടും ആ അപ്പൻ ഒരു അക്ഷരം ഉരുവാടിയില്ല, ഒരു ആശ്വാസം പകർന്നില്ല. ആ നിലവിളിയും പരിഹാരവും സമയത്തിൽ 3 ഒട്ടുമി ചേർത്ത് വെച്ചുകൊണ്ടാണ്, മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദൈവത്തെ ഉപേക്ഷിച്ചവർ, ദൈവസാന്നിധ്യത്തെ സംശയിക്കുന്നവർ, ദൈവത്തോട് ആദരവില്ലാത്തവർ, ഇവരെല്ലാം നിശബ്ദമായി കിടക്കുന്ന ദൈവത്തിനായുള്ള നിലവിളി ക്രൂശിതൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇനി ആർക്കും ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പരാതി പറയാനാവില്ല. ദൈവം തന്നെ ദൈവത്തെ ഉപേക്ഷിച്ച സ്ഥിതിയിലാണ് കുരിശിലെ ക്രിസ്തുവിനെ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പ്രതിയുടെ പീഡിപ്പിക്കുന്ന ശവം മറ്റുള്ളവർക്ക് പാഠമാകാൻ കുരിശിൽ തന്നെ ബോധപൂർവം ഉപേക്ഷിക്കുകയാണ് റോമക്കാരുടെ പതിവ്. എന്നാൽ അതേ ദിവസം കുരിശിങ്കിൽ നിന്നിറക്കണമെന്നതാണ് യഹൂദ നിയമം. നിയമാവർത്തനത്തിലെ 21 അധ്യായത്തിൽ 22, 23
ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ചേതനയേറ്റ ആ ശരീരം പാപത്തിന്റെ ഭീകരത വെളിവാക്കുന്നുണ്ട്. മൂന്നാമതായി, യഥാർത്ഥത്തിൽ രക്ഷാകര ചരിത്രത്തിലെ ധൂർത്തപുത്രൻ ക്രിസ്തു അല്ലാതെ മറ്റാരാണ്? പിതാവിന്റെ സ്നേഹം മുഴുവൻ പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടുമായി പങ്കിട്ടവൻ സ്നേഹം അവൻ ധൂർത്തടിച്ചു. പാപം ചെയ്തില്ലെങ്കിലും വചനത്തിലെ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ആ അപ്പൻ പുതുവസ്ത്രം ധരിപ്പിക്കുന്ന ക്രിസ്തുവിനെയാകട്ടെ നഗ്നനാക്കുന്നു. അന്ന് അവന് കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു. രക്ഷകനാകട്ടെ ഒരു അറക്കുന്ന ദാഹജലത്തിനായി നിലവിളിക്കുന്നു. മകനെ കണ്ടയുടനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നു. കുരിശിലാകട്ടെ മകന്റെ നിലവിളി പോലും ശ്രദ്ധിക്കാത്ത വിധം അപ്പൻ നിലകൊള്ളുന്നു. അതെ, പിതാവിന്റെ യഥാർത്ഥ ധൂർത്തപുത്രന് ഇതിലൂടെയെല്ലാം കടന്നുപോയി മതിയാകൂ. അതാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് സ്വർഗീയ പിതാവിനറിയാം. സ്നേഹത്തിന് ഏതറ്റം വരെ പോകാമെന്ന് ചോദിച്ചാൽ സ്വപുത്രനെ കൈവിടിയും വരെ എന്ന് പറയാൻ സാധിക്കും. ആ കൈവിടിയൽ മാനവരാശിയെ കൈവിടിയാതിരിക്കാൻ വേണ്ടിയാണ്. പിതാവിന്റെ സ്നേഹം ധൂർത്തപുത്രനിലൂടെ പാർന്നു തന്നെ എങ്കിലേ പ്രപഞ്ചത്തിലെ ധൂർത്തപുത്രന്മാരെയും പുത്രിമാരെയും സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയൂ എന്നറിയാവുന്ന സ്നേഹമാണ് അപ്പൻ. അതേസമയം അപ്പൻ നെഞ്ചുരുകി ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ എന്തുകൊണ്ട് നിന്നെ ഞാൻ കൈവിടിഞ്ഞു? ഞാൻ നിന്നെ കൈവിട്ടാലേ എന്നെ കൈവിട്ടവരെ എന്നോട് ചേർക്കാനാവൂ. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഞാൻ നിന്നെ കൈവിട്ടാലേ എന്നെ കൈവിട്ടവരെ എന്നോട് ചേർക്കാനാവൂ എന്ന് പുത്രനോട് പറയുന്ന പിതാവിനെ നമുക്ക് കേൾക്കണം. സ്നേഹത്തിൻ്റെ ആ നിലവിളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ നോമ്പുകാലത്ത് ഞാൻ നിന്നെ കൈവിട്ടാലേ എന്നെ കൈവിട്ടവരെ എന്നോട് ചേർക്കാനാവൂ എന്നുള്ള സത്യം നമ്മൾ ഓരോ മനുഷ്യ ജീവിതവും തിരിച്ചറിയണം. അതിനുള്ള കാലഘട്ടമാണ് നമ്മുടെ പീഡാസനത്തിൻ്റെ വലിയ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാം നേടിത്തരുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം സ്വർഗരാജ്യത്തിൽ അടുപ്പിക്കുന്ന ദിവസങ്ങളാണ്. അതിന് പൂർവാധികം ശക്തിയോടെ നമ്മൾ ആ ദിവസങ്ങൾ ഭയഭക്തിയോടെ ഏറ്റെടുക്കുക. ക്രിസ്തീയ ജീവിതം സഹന ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം മാനുഷികമായ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മാനുഷികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നമുക്ക് കുറവുകളേറെ ഉണ്ടായിരിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. നമുക്ക് വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് അല്ലെങ്കിൽ ബലിയർപ്പിച്ചത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. അത് വാക്കുകളിലല്ല, അതിനുള്ള ജ്ഞാനം നമുക്ക് കരസ്ഥമാക്കിക്കൊണ്ട് ആ സത്യത്തെ നമ്മൾ ഹൃദയസ്ഥമാക്കുക. ഈ നോമ്പുകാലം അതിനായിരിക്കട്ടെ. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. നിന്റെ തിരുക്കുമാരനിലൂടെ ഞങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് അവകാശികളായി തീർത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങൾ ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി നിന്റെ സ്വർഗരാജ്യം തുറന്നതിനായിട്ട് ഞങ്ങൾ കർത്താവെ പൂർണ്ണമായിട്ട് സന്തോഷിക്കുകയാണ്. ആ സ്വർഗരാജ്യത്തെ അനുഭവത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും വിളിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.